സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഓർമ്മ ഉണ്ടാവുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊരു 3-4 ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അത് ഞാൻ നോട്ട്സ് ആയിട്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡ്രൈവ് ലിങ്ക് ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കയറി വായിക്കാം, എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ഞാൻ ലെഫ്റ്റ് ഓവർ, ഇനി ബാക്കി ലെഫ്റ്റ് ഓവറായി കിടക്കുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സോ ലിസൺ കെയർഫുള്ളി. ഓക്കെ, നോക്കൂ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് കണ്ടീഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡൈനാമിക് കണ്ടീഷൻ ഇൻ ദ സെൻസ്, അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സെൻസർ വെച്ച് ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാണ്. ആ സ്പെസിഫിക് ക്വാണ്ടിറ്റിയിൽ ചെറിയ രീതിയിലുള്ള പെട്ടെന്ന് ആ വാല്യൂ, ഇപ്പം നമ്മളൊരു സ്പെസിഫിക് ക്വാണ്ടിറ്റിയെ, ഒരു സ്പെസിഫിക് സ്റ്റേറ്റ് ഇരിക്കുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്വാണ്ടിറ്റി പെട്ടെന്ന് ആ സ്റ്റേറ്റ് മാറി വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അതായത് ആ ഇൻപുട്ട് വാല്യൂ അങ്ങ് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ്, സംതിങ് ലൈക്ക് ടെമ്പറേച്ചർ സെൻസർ, അല്ലെങ്കിൽ ഒരു വേയിങ് മെഷീൻ. നോക്കൂ, ഒരു വേയിങ് മെഷീൻ കുറച്ചും കൂടെ എളുപ്പം ഒരു വേയിങ് മെഷീൻ എടുക്കാനാണ്. കാരണം നിങ്ങൾ അതാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വേയിങ് മെഷീൻ എടുക്കുമ്പോൾ ആ വേയിങ് മെഷീൻ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 30 കിലോ കിട്ടാനാണ്. അപ്പൊ നമുക്ക് 30 കിലോ കിട്ടി. പെട്ടെന്ന് നമ്മൾ അതിന്റെ മുകളിൽ, അതായത് നമ്മൾ വേ ചെയ്യുന്ന സ്ഥലം, വെയിറ്റ് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് ദ ഇൻപുട്ട് വാല്യൂ ഈസ് ഇൻക്രീസിങ്. വെയിറ്റ് അങ്ങ് കൂടുകയാണ്. അപ്പോ നമുക്ക് കിട്ടേണ്ട വാല്യൂ നമുക്ക് ഈ ഒബ്സർവേഷൻ എടുക്കേണ്ട എവിടെ നിന്നാണ്? ഒരു ഡയലിൽ നിന്നാണല്ലേ. ഈ ഡയലിൽ വാല്യൂസ് മാറുമല്ലോ. പെട്ടെന്ന് അങ്ങ് മാറുമോ? ഇല്ല, പെട്ടെന്ന് അങ്ങ് മാറൂല. അപ്പൊ ഈ മാറുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന നാല് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോക്കൂ, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. റെസ്പോൺസ് ടൈം, ടൈം കോൺസ്റ്റന്റ്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം. ഓക്കെ, ഇത് നാലുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഓരോ ക്യാരക്ടറിസ്റ്റിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് തീരും. നോക്കൂ, റെസ്പോൺസ് ടൈം. ദിസ് ഇസ് ദ ടൈം. നമുക്കത് ഒരു ഗ്രാഫ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കും. ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. റെസ്പോൺസ് ടൈം ഫസ്റ്റ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഈ നാലിന്റെയും പേര് നിങ്ങൾ മറക്കല്ലേ. റെസ്പോൺസ് ടൈം, ടൈം കോൺസ്റ്റന്റ്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം. റെസ്പോൺസ് ടൈം, ടൈം കോൺസ്റ്റന്റ്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം. നിങ്ങൾക്ക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് മോഡ്യൂൾ 1 നിന്ന്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതേ ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ മെട്രോളജി പഠിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റേഷന്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. മോഡ്യൂൾ 4-ലോ 5-ലോ 6-ലോ എന്തോ പഠിക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. സോ ദിസ് ഇസ് ദ ടൈം വിച്ച് elapses after a constant input, a step input that is applied to the transducer up to the point at which the transducer gives an output corresponding to some specific percentage. Example, 95% of the value of the input. നോക്കൂ, എന്താണ് ഈ സ്റ്റെപ്പ് ഇൻപുട്ട്? നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ഗ്രാഫിൽ വരച്ച് കാണിച്ചു തരാം. നോക്കൂ, സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, അപ് ടു എ സർട്ടൺ ടൈം. ഇപ്പം ഇതൊരു സം കോൺസ്റ്റന്റ്, ഒരു മെഷറിംഗ് പാരാമീറ്റർ ആണ്. എക്സ് ഞാൻ എടുക്കാം. വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ ഞാൻ ടി എന്ന് എടുക്കുകയാണ്. സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ചേഞ്ച്, അതായത് കുറെ നേരത്തേക്ക് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് നിന്ന സാധനം പെട്ടെന്ന് അതങ്ങ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇൻപുട്ട്, അതാണ് ഇങ്ങനെയുള്ള ഒരു കേസ്. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നോക്കൂ,
കുറെ നേരത്തേക്ക് അപ് ടു എ ടൈം ടി ദ ഇൻപുട്ട് വാസ് ദിസ് ആൻഡ് ആഫ്റ്റർ ആ ടി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വാല്യൂ അങ്ങ് മാറി. അതാണ് ഈ സ്റ്റെപ്പ് ഇൻപുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ഇൻപുട്ട് അങ്ങ് മാറുന്നു. അപ്പം സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കണ്ടീഷൻ, ദിസ് ഇസ് ദ ടൈം വിച്ച് elapses after a constant input. A step input is applied to the transducer up to the point at which the transducer gives a output corresponding to some specific percentage. Example, 95% of the value of the input. For example, ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. If a mercury in glass thermometer, നമ്മുടെ സാധാരണ thermometer, is put into a hot liquid, there can be quite an appreciable time lapse. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ഇൻപുട്ട് മാറുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് പെട്ടെന്ന് മാറണമെന്നില്ല. അതായത് ഡയലിലെ വാല്യൂ പെട്ടെന്ന് മാറണമെന്നില്ല, കുറച്ച് സമയം എടുക്കും. Perhaps as much as 100 seconds or more before the thermometer indicates 95% of the actual temperature of the liquid. അതായത് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ 95%, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂവിന്റെ 95% എത്തുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് വിളിക്കുന്നത്. അതായത് 95% നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാല്യൂ ഇതിൽ കാണിക്കാൻ എടുക്കുമ്പോൾ ആ വാല്യൂ കാണിക്കണമല്ലോ, ആ വാല്യൂവിന്റെ 95% വരെ എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, റെസ്പോൺസ് ടൈം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതുപോലത്തെ ഒരു വാല്യൂ, അതുപോലത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ദിസ് ഈസ് ദ 63.2% of response time. A thermocouple in air might have a time constant of perhaps 40 to 100 seconds. ഇതൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. The time constant is a measure of the inertia of the sensor and so how fast it will react to changes in its input. The bigger the time constant, the slower the reaction to a changing input signal. അതായത് ടൈം കോൺസ്റ്റന്റ്, റെസ്പോൺസ് ടൈം, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ we say that it is not at all efficient. നോക്കൂ, ഈ ഗ്രാഫ് വെച്ച് തന്നെ പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് ടൈം കോൺസ്റ്റന്റ്. അതായത് 0 തൊട്ട്, അതായത് ഈ പോയിന്റിലാണ് നമ്മുടെ ഇൻപുട്ട് മാറ്റുന്നത്. മനസ്സിലായില്ലേ? ഇൻപുട്ട് മാറ്റി ആ ഇൻപുട്ടിന്റെ 63, നമുക്ക് ആ ഡയൽ ഗേജിൽ 63.2% ആവുമ്പോഴത്തേക്കും അത്രയും എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് റൈസ് ടൈം. This is the time taken for the output to rise to some specific percentage of the steady state output. Often the rise time refers to, ഇത് തൊട്ടാണ് ആൻസർ. Rise time refers to the time taken for the output to rise from 10% of the steady state value to 90 to 95% of the steady state value. അതായത് 10% തൊട്ട് 90 അല്ലെങ്കിൽ 95% വരെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആവുന്ന വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ റൈസ് ടൈം എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇതിനകത്തുണ്ടോ നോക്കാം. 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആണ്. ഇവിടെ ആയിട്ടാണ് 10% വരുന്നത്. 90 to 95% എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം ഇത് തമ്മിലുള്ള ഇതിനെയാണ് നമ്മൾ റൈസ് ടൈം എന്ന് വിളിക്കുന്നത്. ഈ ഗ്യാപ്പിന് നോക്കൂ, അതിന് ഞാൻ വേറെ ഗ്രാഫ് ഉണ്ടോ നോക്കട്ടെ. വേറെ ഗ്രാഫിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. റൈസ് ടൈം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിലിംഗ് ടൈം ആണ്. ദിസ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ ദ ഔട്ട്പുട്ട് ടു സെറ്റിൽ ടു വിതിൻ സം പെർസെന്റേജ്, ദാറ്റ് ഇസ് 2% ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. നോക്കൂ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടു ഇലസ്ട്രേറ്റ് ദ എബോവ്, കൺസിഡർ ദ ഗ്രാഫ് in figure 2.4 which indicates how an instrument reading changed with the time being obtained from a thermometer plugged into a liquid at time t is equal to 0. The steady state value is 55 degrees Celsius, and so since 95% of 55 degrees Celsius is 52.25 degrees Celsius, then 95% of the response time is, അത് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, ഈ കാര്യം നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. നോക്കൂ, ഒരു സ്പെസിഫിക് വാല്യൂവിൽ സെറ്റിൽ ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഈ റെസ്പോൺസ് ടൈം അല്ല, സോറി, സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് വാല്യൂ സെറ്റിൽ ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ സെറ്റിലിംഗ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് ദ ട്രൂ വാല്യൂ.
അതിൽ സെറ്റിൽ ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ സെറ്റിലിംഗ് ടൈം എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി സെൻസേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ആ സെൻസേഴ്സ് കണ്ടിന്യൂ ചെയ്ത് തീർക്കാം. അതിനുശേഷം നമുക്ക് മോഡ്യൂൾ 2ലേക്ക് കടക്കാം. മോഡ്യൂൾ 2 ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി അങ്ങോട്ടുള്ള പോർഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മോഡ്യൂൾ 2ലേക്ക് പോകാം. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെൻസർ കൺസെപ്റ്റ്സ് മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടുള്ള സെൻസർ വീഡിയോസിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഞാൻ ജസ്റ്റ് നോട്ടിന്റെ ലിങ്ക് ഞാൻ സ്പെസിഫൈ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി നോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.